ഹലോ ഗൈസ്, അപ്പോൾ എന്നും പതിപോലെ ഞാൻ ഇന്നൊരു യാത്ര പോവുകയാണ്. പോകുന്ന മറ്റെങ്ങോട്ടുമല്ല, ഇന്നൊരു പരീക്ഷ എഴുതാനാണ് പോകുന്നത്. SI ടെസ്റ്റ്. പേടിക്കണ്ട, SI ഒന്നും ഞാനാവില്ല. കാരണം ഞാനല്ല ഈ എക്സാം എഴുതുന്നത്, എൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ യാത്രയിൽ ഭാര്യയുണ്ട്. അപ്പോൾ ഈ വീഡിയോ പകർത്തുന്നത് മുഴുവൻ എൻ്റെ ഭാര്യയാണ് കേട്ടോ. അവളുടെ ഒരു ആഗ്രഹമാണ്, ഒരു സ്വപ്നമാണ് ഒരു ജോലി നേടുക എന്നത്. അപ്പോൾ SI തന്നെ ആവാമെന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, പോയി എഴുതിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി കൊഴിഞ്ഞാമ്പാറ നാട്ടുകൽ ഗവൺമെൻറ് കോളേജിൽ എക്സാം എഴുതാൻ വേണ്ടി പോവുകയാണ്. SI ടെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബൈക്കൊക്കെ എടുത്ത് പോവുകയാണ്. പക്ഷെ നല്ല മഴയാണ്, എന്താ ചെയ്യുക, എക്സാമിന് പോവുകയും വേണമല്ലോ. അപ്പോൾ ഞങ്ങൾ കോട്ടൊക്കെ ഇട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഭാര്യ പുറകിലിരുന്ന് എല്ലാ വീഡിയോസും എടുക്കുന്നുണ്ട്. അവൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് മുഴുവൻ എടുക്കുന്നുണ്ട്. അവൾ പഠിച്ച സ്കൂളിൻ്റെ ഫ്രണ്ടിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ഈ കാണുന്നത് കരിപ്പോട് വഴി ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കരിപ്പോട്, പുതുനഗരം, അവിടെ നേരെ തത്തമംഗലം, ചിറ്റൂർ, കൊഴിഞ്ഞാമ്പാറ എത്തുന്നതിന് തൊട്ട് മുമ്പാണല്ലോ ഈ നാട്ടുകൽ ഗവൺമെൻറ് കോളേജ്. അപ്പോൾ ഇന്ന് SI ടെസ്റ്റ് എത്ര പേര് എഴുതിയിട്ടുണ്ട്? അങ്ങനെ ആരെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യണം. ആരൊക്കെ എക്സാമിന് വന്നു, എഴുതിയിട്ടുണ്ട്, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങളൊരു അനുഭവം പറയണം. പോകുന്ന വഴി ഒരു പോലീസ് ജീപ്പൊക്കെ വന്നു. അവൾ അതൊക്കെ വീഡിയോ എടുത്തു. ആ പേടിച്ചിട്ടാണ് എടുത്തത്. ഇതൊക്കെ എടുക്കാൻ പറ്റുമോ അറിയില്ലല്ലോ. ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പുതുനഗരം എത്താറായി. അങ്ങനെ ഞങ്ങൾ പുതുനഗരമൊക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഇടവഴിയിലൂടെ തന്നെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു റെയിൽവേ ഗേറ്റൊക്കെ എത്തി. എത്തിയപ്പോൾ ആകെ ടെൻഷൻ. ഇനി റെയിൽവേ ഗേറ്റ് മാത്രം അടച്ചു കഴിഞ്ഞാൽ പിന്നെ എക്സാമിന് ടൈം വൈകുമെന്നൊക്കെ പേടിച്ചു. പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. ട്രെയിനൊന്നും വന്നില്ല. ഞങ്ങൾ അതിൻ്റെ എല്ലാം ഒരു വീഡിയോ എൻ്റെ ഭാര്യ തന്നെയാണ് എടുക്കുന്നത്. സാധാരണ ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ എല്ലാ വീഡിയോസ് എടുക്കാറും അതെല്ലാം ചെയ്യാറ്. പക്ഷെ ഇന്ന് ഭാര്യ പുറകിലുള്ളതുകൊണ്ട് ഭാര്യയാണ് എല്ലാ വീഡിയോസും എടുത്തത്. പിന്നെ റോഡൊന്നും ഒരു രക്ഷയില്ല, മൊത്തം കുണ്ടും കുഴിയും നിറഞ്ഞിരിക്കുന്നത്. എവിടെ റോഡ് എന്ന് പറഞ്ഞ് തിരഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ പാടശേഖരങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. അവിടെ കുടം വിൽക്കാൻ പോകുന്നൊരു അച്ഛനെ ഞങ്ങൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗ്ഗമാണത്. അപ്പോൾ നമ്മൾ അതെല്ലാം വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. പാടങ്ങൾ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ പാലക്കാട്. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാലക്കാട്ടിലെ പ്രശസ്തമായിട്ടുള്ള കൊല്ലംകോടും അല്ലെങ്കിൽ മറ്റൊന്നും അതിലില്ല. ഇത് ഞാൻ എക്സാമിന് പോകുന്ന സ്ഥലത്തെ വഴികളും അവിടുത്തെ മനോഹര കാഴ്ചകളുമാണ്. അപ്പോൾ ഈ റൂട്ടൊക്കെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീടൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. നമ്മൾ അത്യാവശ്യം തത്തമംഗലമൊക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചിറ്റൂർ പുഴയുടെ തീരത്തെത്തി. ചിറ്റൂർ പുഴയും ചിറ്റൂർ ഗവൺമെൻറ് ചിറ്റൂർ കോളേജെല്ലാം അടുത്തടുത്താണ്, അറിയാമല്ലോ അല്ലേ. അപ്പോൾ ചിറ്റൂർ കോളേജിൽ എക്സാമുള്ള ഒരുപാട് പേരുണ്ട്. ചിറ്റൂർ കോളേജിൽ പഠിച്ചവരുണ്ട്, ഈ റൂട്ടിലൂടെ ദിവസം പോകുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളിവിടെയാണോ പഠിച്ച്, നിങ്ങളുടെ നാട് എവിടെയാണോ എന്നെല്ലാം. വഴിയോരത്തിൽ നിറയെ വസ്ത്രങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചിറ്റൂർ കോളേജ് എത്തിയിട്ടുണ്ട്. ഞാൻ ചിറ്റൂർ കോളേജിലാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അത് സ്പെഷ്യലായിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ വൈഫ് അത് വളരെ വ്യക്തമായിട്ട് മനോഹരമായിട്ട് ചിറ്റൂർ കോളേജ് എടുത്തു. അങ്ങനെ ഞങ്ങൾ ചിറ്റൂർ കോളേജെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നാട്ടുകൽ ഗവൺമെൻറ് കോളേജ് എത്തി ഗൈസ്. അപ്പോൾ ഈ കാണുന്നതാണ് നാട്ടുകൽ ഗവൺമെൻറ് കോളേജ്. അവിടെ ഒരുപാട് വിദ്യാർത്ഥികൾ, പഠിതാക്കൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എക്സാം എഴുതാൻ. അവരെല്ലാവരും അവരുടെ മനസ്സിലുള്ളൊരു ആഗ്രഹമല്ലേ ഇതൊക്കെ, എക്സാം എഴുതി പാസ്സായി ഒരു ജോലിയിലൊക്കെ കയറുക എന്നുള്ളത്. അങ്ങനെ കുറേ പേര് എക്സാം എഴുതാൻ പോകുന്നു. പക്ഷേ ഈ കോളേജിൻ്റെ ഫ്രണ്ട് കാണുമ്പോഴത്തേനും ഒരു മനോഹരം പ്രകൃതി രമണീയമാണ്. കാരണം തെങ്ങും തോപ്പും ഈ തമിഴ്നാടിൻ്റെ ഒരു ടച്ചുള്ളൊരു സ്ഥലമാണല്ലോ ഈ കൊഴിഞ്ഞാമ്പാറ നാട്ടുകളിലെല്ലാം. ഭയങ്കര അടിപൊളിയാണ്, ആ പ്രകൃതി സുന്ദരമാണ് ഈ സ്ഥലം. അപ്പോൾ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക.